ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ പലർക്കും മിറർ ടെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഈ ടെക്സ്റ്റ് ഇവിടെ മിറർ ചെയ്യുകയാണ്. ഞാൻ അതിനു വേണ്ടി മിറർ കമാൻഡ് ഉപയോഗിക്കുന്നു. അതിനുശേഷം സെലക്ട് ചെയ്തുകൊണ്ട് ഇത് മിറർ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടെക്സ്റ്റ് ഇതുപോലെ മിററായി കഴിഞ്ഞു. നമ്മൾക്ക് ഇതുപോലെ ആവശ്യമില്ല. ഇതുകൂടെ ഒന്ന് കാണിക്കുന്നു. മിറർ, ഇവിടെ ക്ലിക്ക് ചെയ്ത് മിറർ കൊടുക്കുന്നു. ഇപ്പോൾ ഇത് മിററായി കഴിഞ്ഞു. പക്ഷേ ടെക്സ്റ്റ് തന്നെ മിററായി കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ Ctrl+Z അടിക്കുന്നു. ഇനി അതിനുശേഷം കമാൻഡ് ബാറിൽ MIRRTEXT MIRR എന്ന് അടിക്കുക. എൻ്റർ കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. അത് 0 ആക്കി കൊടുക്കുക. എൻ്റർ കൊടുക്കുക. ഇനി വീണ്ടും MIRRTEXT അടിക്കുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റർ കൊടുത്ത് മിറർ കൊടുക്കുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് മിറർ ആയി കഴിഞ്ഞു. മുന്നത്തെ പോലെ സംഭവിച്ചിട്ടില്ല. ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ എൻ്റർ കൊടുക്കുന്നു. ഇനി നമുക്കൊരു പുതിയ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതും ഒന്ന് നോക്കാം. ഞാനിവിടെ ടെക്സ്റ്റിന് വേണ്ടി ടെക്സ്റ്റ് കൊടുക്കുന്നു. 1 2 3 4 5 6 7 8 9 0 കൊടുക്കുന്നു. ഇതൊന്ന് മിറർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ഇത് പഴയ പോലെ തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത് MIRRTEXT 0 ആക്കി, 0 ആണുള്ളത്, 1 ആക്കി കൊടുത്ത് ഒന്നുകൂടെ നോക്കുന്നു. ഇത് മിറർ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് ഇതുപോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഓട്ടോകാഡിൽ ടെക്സ്റ്റ് മിറർ ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. എല്ലാവർക്കും നന്ദി.